ചിറകുകൾ തുന്നിച്ചേർത്തവർ. നമ്മൾ തമ്മിൽ സ്നേഹമുണ്ടല്ലോ ദേവിക, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അർജുൻ അത് പറഞ്ഞപ്പോൾ ദേവികയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ ചിരിയിൽ അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു, സംശയത്തിന്റെ നിഴൽ പോലുമില്ലാത്ത ശുദ്ധമായ പ്രണയം. ഒരു സെമിനാറിലെ ചർച്ചകൾക്കിടയിലാണ് അവർ കണ്ടുമുട്ടിയത്. ആശയങ്ങൾ പങ്കുവെച്ചു തുടങ്ങിയവർ പിന്നീട് ചായക്കപ്പുകളും ഒടുവിൽ തങ്ങളുടെ സ്വപ്നങ്ങളും പങ്കിട്ടു. നമുക്ക് ഒരുമിച്ച് ഒരു ജീവിതം നെയ്യാം എന്ന വാക്കിൽ അവരുടെ ലോകങ്ങൾ ഒന്നായി. ആദ്യനാളുകളിൽ അർജുന്റെ കരുതൽ ഒരു തണൽ പോലെയായിരുന്നു. അങ്ങോട്ട് പോകണ്ട, അവനോട് അത്രയ്ക്ക് സംസാരിക്കണോ, ഈ വസ്ത്രം നിനക്ക് ചേരുന്നില്ല. ദേവികയ്ക്ക് അതെല്ലാം പ്രണയത്തിന്റെ സുരക്ഷാകവചങ്ങളായി തോന്നി. നിന്നെ നഷ്ടപ്പെടുമോ എന്ന പേടിയാണ് എനിക്ക് എന്ന് അവൻ മൊഴിഞ്ഞപ്പോൾ തന്റെ പ്രിയപ്പെട്ടവന്റെ സ്നേഹത്തിന്റെ ആഴം അളക്കുകയായിരുന്നു അവൾ. പക്ഷേ പതുക്കെ പതുക്കെ ആ കരുതൽ ഒരു കടിഞ്ഞാണായി മാറി. ദേവികയുടെ ലോകം ചുരുങ്ങാൻ തുടങ്ങി. സൗഹൃദങ്ങൾ അകന്നു. ഫോൺ വിളികൾക്ക് മേൽ നിശബ്ദമായ നിരീക്ഷണങ്ങൾ വന്നു. സോഷ്യൽ മീഡിയ പാസ്വേഡുകൾ കൈമാറുന്നത് വിശ്വാസത്തിന്റെ അടയാളമായി അവൻ വ്യാഖ്യാനിച്ചു. നമുക്കിടയിൽ എന്തിനാ ദേവി രഹസ്യങ്ങൾ? അവന്റെ ചോദ്യത്തിന് മുന്നിൽ അവൾ തന്റെ സ്വകാര്യയുടെ വാതിലുകൾ തുറന്നുകൊടുത്തു. ഒരു ദിവസം തന്റെ പഴയ സുഹൃത്ത് നിഖിലിനെ ചായ കുടിക്കാൻ കണ്ടു എന്നറിഞ്ഞപ്പോൾ അർജുന്റെ കണ്ണുകളിൽ അഗ്നി പടർന്നു. നീ എന്നെ ചതിക്കില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഇനി ഇത് ആവർത്തിക്കരുത്. അവന്റെ വാക്കുകളിൽ കൽപ്പനയുണ്ടായിരുന്നു. ക്രമേണ ദേവികയുടെ ചിരി കുറഞ്ഞു. വാക്കുകൾ മുറിഞ്ഞു. അവളുടെ സ്വപ്നങ്ങൾ പോലും അർജുന്റെ അനുമതിക്കായി കാത്തുനിന്നു. നിനക്ക് ജോലിക്ക് പോകേണ്ട കാര്യമെന്താ? ഞാൻ നോക്കിക്കോളാം നിന്നെ എന്ന് അവൻ പറഞ്ഞപ്പോൾ സ്നേഹത്തേക്കാൾ ഉപരി ഒരു ഉത്തരവിന്റെ ഭാരമാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. ഒരു സായാഹ്നത്തിൽ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ദേവിക സ്വയം ചോദിച്ചു, ഈ കാണുന്നത് ഞാനാണോ? അതോ അർജുൻ കൊത്തിയെടുത്ത ഒരു കളിമൺ പ്രതിമയോ? അന്ന് രാത്രി അവൾ അർജുന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, അർജുൻ, സ്നേഹം എന്നത് ഒരാളുടെ സ്വാതന്ത്ര്യത്തിന് മേൽ അധികാരം സ്ഥാപിക്കലാണോ? അല്ല ദേവിക, ഞാൻ ചെയ്യുന്നത് നിന്റെ നന്മക്കാണ്, അവൻ പതിവ് മറുപടി നൽകി. പക്ഷേ അവൾ ശാന്തമായി പറഞ്ഞു, എന്റെ നന്മ എന്താണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ആ രാത്രി ദേവിക തന്റെ ഫോൺ പാസ്വേഡ് മാറ്റി. അകന്നുപോയ സുഹൃത്തുക്കളെ വീണ്ടും വിളിച്ചു. പൊടിപിടിച്ചു കിടന്ന തന്റെ പഴയ സ്വപ്നങ്ങളുടെ ഫയലുകൾ അവൾ തുറന്നുവെച്ചു. അമ്പരപ്പോടെ അർജുൻ ചോദിച്ചു, നമ്മൾ തമ്മിലുള്ള ആ വിശ്വാസം എവിടെ പോയി? ദേവികയുടെ മറുപടി ഉറപ്പുള്ളതായിരുന്നു, വിശ്വാസമെന്നത് ഒരാളെ തളച്ചിടാനുള്ള തടവറയല്ല അർജുൻ. സ്നേഹം എന്നത് കടിഞ്ഞാണുമല്ല. അവൾ പടിയിറങ്ങിപ്പോയില്ല, പക്ഷേ അവന്റെ നിയന്ത്രണങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തുമില്ല. അർജുൻ ആദ്യം പ്രകോപിതനായി, പിന്നെ മൗനം പാലിച്ചു. ഒടുവിൽ തന്റെ പ്രണയം ദേവികയെ ശ്വാസം മുട്ടിക്കുകയായിരുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു. സ്നേഹം എന്നത് കൂച്ചുവിലങ്ങിടലല്ല, മറിച്ച് ഒപ്പം നടക്കലാണെന്ന് ആ തിരിച്ചറിവ് അവനെ മാറ്റിമറിച്ചു. കുറെ നാളുകൾക്ക് ശേഷം അവൻ ചോദിച്ചു, നമുക്ക് വീണ്ടും ഒന്നിച്ചു തുടങ്ങാമോ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പരസ്പരം ചിറകുകൾ നൽകാമെന്നുണ്ടെങ്കിൽ മാത്രം. രചന റംല.